അപ്പോൾ എല്ലാവർക്കും നന്നു മുന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നന്നു മുന്നേ സ്കൂളിൽ പോയേക്കാട്ടോ. നന്നു മുന്നേ സ്കൂളിൽ പോയിട്ട് വരാറായി. ഈവനിങ് ഒരു 4:20 ഒക്കെ ആകുമ്പോഴേക്കും വരും. എക്സാംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ കുറച്ചൊരു ഈവനിങ് റൂട്ടീനും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എക്സാം ടൈമിൽ എങ്ങനെയാണ് അവരുടെ ഈവനിങ് റൂട്ടീൻ പോണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നെ ഞങ്ങളുടെ ഒരു കൃഷി ഞങ്ങൾ കുഞ്ഞു കൃഷിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അതൊരു എന്താ പറയുക, ഒരു ടൈമിംഗ് പോലെയാണ്. കുട്ടികളുടെ ഒരു സീസൺ പോലെ, ഒരു സീസണിൽ അങ്ങനെ തോന്നിയാൽ ഭയങ്കര കൃഷിയായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ആ ഒരു സീസൺ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ കുഞ്ഞു കൃഷിയൊക്കെ കുറച്ച് ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഒക്കെയാണിത്. അങ്ങനെ ഇരുന്ന് ഞാനത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ ഇത് ഇൻട്രോ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻട്രോ കൊടുക്കാമെന്ന്. ഇൻട്രോ കൊടുക്കുമ്പോൾ ഇന്ന് അതാണ് ഇൻട്രോയിൽ നന്നു മുന്നില്ലാത്ത അവർ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇൻട്രോ കൊടുക്കാകുമ്പോഴേക്കും ഞാൻ ആകെ ഇങ്ങനെ ഷാബി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ജസ്റ്റ് ഒന്നൊരു കണ്ണെഴുതി ഒരു പൊട്ടുവത് ചിച്ചിരി ലിപ്സ്റ്റിക് ഇട്ടു. ഉറങ്ങി എനിക്ക് വല്ല തോന്നരുതല്ലോ. ഞാൻ ഉറങ്ങി ഒരു ചെറിയ നാപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനപ്പോൾ ചെറിയ കുഞ്ഞു വീഡിയോ ആണ്. ഇവർ ഈവനിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈവനിങ്, അവർക്ക് ഇപ്പോൾ എക്സാം ടൈമിൽ അവരുടെ ഈവനിങ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞൂസ് എത്തിയിട്ടുണ്ട്. നന്നു മുന്ന സ്കൂളോട്ട് വന്നല്ലോ. How was the exam? എല്ലാം എഴുതിയിട്ടുണ്ട്. ആണോ? എന്നാ വെയിറ്റ് ബാഗിൽ ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്നും അവിടെ ഒപ്പിക്കണേ. അയ്യോ മുന്ന ബാഗ് ആണ് ഞങ്ങള് കേട്ടോ. ഞങ്ങള് ബാഗൊക്കെ ഇങ്ങനെ താഴെ ഇട്ടൊക്കെ ഒരുക്കി. സോക്സ് എന്ത് ചെയ്യേ നോക്ക്. മുന്നയുടെ ലഞ്ച് ബാഗ് എടുക്കണം നോക്ക്. ബാഗിൻ്റെ തോളത്തും ഇത് കണ്ട. ഇതാണ് മുന്ന. മത്തക്കണ്ണൻ. എനിച്ചു ബാഗൊക്കെ ഇന്നലെ സ്ഥലമൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെയൊക്കെ എടുത്ത് വെക്ക്. എനിച്ചു കുപ്പോയി എന്നെ നല്ല പറഞ്ഞ നല്ല സെറ്റായിട്ട് കേൾക്കും. എടുക്കേണ്ട എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെക്കും. ബോയും പിന്നെ എന്താണതൊക്കെ മാറണം. അതൊക്കെ ഓരോന്ന് വെക്കേണ്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുന്നേടെ കട്ടിയിൽ കൂടെ കിടക്കും. പക്ഷേ ഇന്നലെ ഗുഡ് ബോയ് ഇന്ന് നല്ല ഗുഡ് ബോയ് ആവാൻ തീരുമാനിച്ചല്ലേ മുന്ന? ചേട്ടൻ നല്ല കണ്ടീഷനായിട്ട് എല്ലാം സെറ്റ് ചെയ്യൂട്ടോ. നന്നു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാട്ടോ നമുക്ക്. നന്നുൻ്റെ വെരി ഹാർഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഹാർഡോ? എന്താ ഇവരുണ്ടല്ലോ വീഡിയോ ഓണായപ്പോൾ ഓരോ ഓപ്പോസിറ്റ് പറഞ്ഞു. ഇത്ര നേരം എന്താണ് പറഞ്ഞിട്ട് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ ഇത് വീഡിയോ എടുക്കട്ടെ. എന്താണെന്ന് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കണത്. എല്ലാ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നന്നുവിൻ്റെ ഡയലോഗാണ് ഇപ്പോൾ പറഞ്ഞത്. ഈസി, ഭയങ്കര ഈസി. നമുക്ക് എല്ലാം എഴുതി, ഒന്നും വിട്ടിട്ടില്ല എന്ന് പറയും. നോക്ക് അവൻ്റെ മുഖം നോക്ക്, കണ്ട. എന്നിട്ട് എക്സാം അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, ഇപ്രാവശ്യമെങ്കിലും ഫുള്ള് എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ എന്ന്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് വരുമ്പോൾ 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് അങ്ങനെയൊക്കെ ഓരോന്ന് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്രാവശ്യം ഇന്നിപ്പോൾ സയൻസ് ആയിരുന്നു കേട്ടോ. ഞാനപ്പോൾ നിങ്ങളോട് പറയാം സയൻസിന് മാർക്ക് ഷീറ്റ് കിട്ടുമ്പോൾ എത്രയാണ് മാർക്ക് എന്ന് പറയാം കേട്ടോ. നന്നുവേ ഇന്ന് ഭയങ്കര ഈസിയാണ്. ഇത്ര ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞു ഇത്ര ഈസി ആയിരിക്കുമെന്ന്. അല്ലേടാ? ഇപ്പം ഇനി ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം കേട്ടോ. ഓരോന്ന് അയ്യോ ഇത് തെറ്റിപ്പോയി അത് തെറ്റിപ്പോയി എന്നൊക്കെ പറയും. വാ വന്നേ ഇത് പിടിച്ചേ. ക്വസ്റ്റ്യൻ പേപ്പർ പിടിച്ചേ. നമുക്ക് രണ്ടും കൂടി പിടിക്കാൻ പറ്റില്ല. നോക്കട്ടെ, പിടിച്ചേടാ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് എഗ് ആൻഡ് ലേബലിംഗ്. ഓക്കെ, ഞാൻ വീട്ടിൽ വെച്ച് എഗ്ഗിന്റെ കറക്റ്റ് ഷേപ്പ് വരച്ചിട്ടേ അവിടെ വെച്ച് മുകളിൽ എന്തൊക്കെയൊക്കെ പോലെ പോണു. ഒരുവിധം വരച്ചിട്ടില്ലേ? അതിന് മാർക്ക് 30 മാർക്കാട്ടെ. 30. അതിന് മാർക്ക് മുന്നേനെ കാണിച്ചു തരട്ടെ. മുന്നേനെ കാണിച്ചു തരാം. മുന്നേ വന്ന് കഴിഞ്ഞ് മുന്നേ എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കട്ടെ. മുന്നേടെ ഹാഫ് കാണിക്കാൻ പറ്റുള്ളൂ. മുന്നേ വന്നു കഴിഞ്ഞാൽ ഷർട്ടും ട്രൗസറൊക്കെ ഊരി പിന്നെ ഹാഫ് നേക്കഡായിരിക്കും. അതുകൊണ്ട് മുന്നേ ഇത്ര കാണിച്ചു തരാം. അയ്യേ മുന്നേ ചുട്ടി പുറത്തിരിക്കുകയാണ്. അയ്യോ മുന്നേക്ക് എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇന്ന് എന്തായിരുന്നു എക്സാം എന്ന് പറഞ്ഞു? എന്താ നിനക്ക് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പഠിക്കാത്തൊന്നും
പഠിക്കാത്ത ഒന്നും വന്നാ? എന്തൊക്കെയാ പഠിക്കാത്ത? ആദ്യം പഠിക്കണത് 3 മാത്രമേ ഉള്ളൂ, ബാക്കി ഞാൻ പഠിക്കാത്തത്. എന്തൊക്കെയാ പഠിക്കാത്ത വന്നത്? അതെങ്ങനെ പറയാൻ പറ്റും? അത് നിനക്ക് അറിയാൻ പാടില്ലേ ക്വസ്റ്റ്യൻ എന്താന്ന്? വായിക്കാറില്ലല്ലോ. പഠിച്ചത് ഏതൊക്കെയാ വന്നേ? ഇന്ന് എന്തായിരുന്നു എക്സാം എന്ന് പറഞ്ഞേ? എന്താ അമ്മയ്ക്കറിയില്ലേ? മോനറിയാൻ പാടില്ലേ? മോൻ പറഞ്ഞു കൊടുക്കുക. ഞാൻ മറന്നുപോയി. എന്തായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞ് വന്നേക്കണം? എന്താണ് എക്സാം എന്താണെന്ന് പോലും അവരറിയാൻ പാടില്ല. എന്തായിരുന്നു എക്സാമിന്? ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. എക്സാമിനാ? എക്സാമിന് കിടന്ന് ഉറങ്ങായിരുന്നാ? ഉറങ്ങായിരുന്നു. അപ്പൊ മിസ് ഉണ്ടായില്ലേ ക്ലാസ്സിൽ? ഇല്ല, എല്ലാരും ബാഡ് ബോയ് ആന്ന് പറയൂട്ടാ. മുന്നേ ബാഡ് ബോയ് ആണ്. അന്നു ചേട്ടൻ എന്തൊരു കറക്റ്റായിട്ട് ആൻസർ ഒക്കെ പറഞ്ഞേ, നല്ല ഇന്ററാക്ട് ചെയ്തത് വ്യൂവേഴ്സ് ആയിട്ട് പറഞ്ഞേ. എന്തായിരുന്നു എക്സാം? ഹീ വെച്ചിട്ടാണ്. എന്താ പറയേ? ഹീ വെച്ചിട്ട് എന്താന്ന് പറയടോ? പറഞ്ഞോ. നാണോ? തനിക്ക് ചെട്ടിപ്പുറത്തിരിക്കാൻ നാണോ? ഇല്ല അവന് എക്സാം ഏതാ? ഒരു സൂത്രം കാണിച്ചു തരാം ഞങ്ങൾ. പൂവാണാടാ സൂത്രം? മുന്നേ പൂവാണോ സൂത്രം? അല്ല, ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. കണ്ടോ ഫ്രണ്ട്സ്? എന്തെങ്കിലും കണ്ടോ? ആഹാ, ഞങ്ങളുടെ പൈനാപ്പിൾ. യമ്മി യമ്മി പൈനാപ്പിൾ. ഇതാട്ടോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് അതേ വഴുതനങ്ങ, പിന്നെ പൈനാപ്പിൾ നിങ്ങൾ കണ്ടല്ലോ. പൈനാപ്പിൾ ഒരെണ്ണം കിട്ടി. നല്ല മധുരമുള്ള പൈനാപ്പിളാട്ടോ അത്. പിന്നെ ദേ ഇത് വഴുതനങ്ങ ഒരു കറിക്കുള്ള എന്താ പറയുക, ഒരു കറിക്കുള്ള വഴുതനങ്ങ ഉണ്ടായിട്ടോ. ഞാൻ ഇവർക്ക് ഞാനും എനിക്ക് അത്ര വലിയ വഴുതനങ്ങ താല്പര്യമില്ല. പക്ഷെ ഞാൻ കഴിച്ചു, അമ്മ കഴിച്ചു, കുട്ടേട്ടനും താല്പര്യമില്ല, അച്ഛൻ കഴിച്ചു. ഞാൻ അത് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദേ അവർ നന്നു മുന്നേയും അവരാട്ടോ വിളവെടുപ്പിനൊക്കെ വന്നത്. കത്തിയുള്ളത് കാരണം കുട്ടേട്ടൻ കൂടെ തന്നെ നിന്ന് അത് കൈമുറിയാത്ത രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ്. അവർക്ക് നിർബന്ധം, അവർക്ക് തന്നെ അത് കട്ട് ചെയ്യണം എന്ന്. അവർക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ, അല്ലേ? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഇനിയും അത് ചെയ്യാനായിട്ടും ഭാവിയിലും ഇതുപോലെ തന്നെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കാനും അതിനൊക്കെ ഒരു പ്രചോദനം അവർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവരെ കൊണ്ട് തന്നെ ഞങ്ങളത് ചെയ്യിച്ചു. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. രണ്ടുപേരും ഹാപ്പിയായി. വിഷമൊന്നും അടിക്കാത്ത നല്ല വെജിറ്റബിൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രസമല്ലേ, അല്ലേ? നമുക്കത് കഴിക്കാൻ നേരത്ത് ഞാനൊന്നും വഴുതനങ്ങ കഴിക്കാറേ ഉണ്ടായിരുന്നില്ല. ഞാൻ വരെയും കഴിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനം നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്, അതിനൊരു പ്രത്യേക ഒരു രസമാട്ടോ. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണത്. അതെ, ഞങ്ങളുടെ കുഞ്ഞ് വിളവെടുപ്പ് ഇതാട്ടോ ഞാൻ പറഞ്ഞത്. പൈനാപ്പിളും വഴുതനങ്ങയും ബാക്കി കുറേ നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി സ്റ്റഡി ടൈമാണ്. അവരെങ്ങനെ പഠിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഒരാൾ ടേബിളിൻ്റെ അടിയിൽ ബാസ്ക്കറ്റിൽ, ഒരാൾ ഇപ്പുറത്ത് ബാസ്ക്കറ്റിൽ. അപ്പോൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ അത് നിരുത്സാഹപ്പെടുത്തിയില്ല. എനിക്ക് പഠിച്ചാൽ മതി, എവിടെയായാലും എങ്ങനെയായാലും തല കുത്തി നിന്നായാലും പഠിച്ചാൽ മതി. ബന്ദർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ദർ ബന്ദർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണാടി പോകുമ്പോൾ കാണുന്നത് എന്താണ്? ബന്ദർ. അപ്പൊ എന്താ ബന്ദർ? എന്താ ബന്ദർ? എന്താ ബന്ദർ? എന്താ മങ്കി? ഞങ്ങളുടെ സ്വന്തം പറമ്പിലുണ്ടായ വഴുതനങ്ങ അത് ഞങ്ങൾ കറിയാക്കിയല്ലോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മുന്നേ അവിടെ മുഖത്ത് പോലും നോക്കാതിരുന്ന് തട്ടി കൊടുക്കണം. എന്താണെന്ന് നോക്ക്, ഞങ്ങളുടെ പൈനാപ്പിൾ നല്ല മധുരമായിരുന്നു കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു. മുന്നേ മുഖത്ത് പോലും നോക്കാതിരുന്ന് നല്ല തട്ടാണ്. നല്ല മധുരം ഉണ്ടായിരുന്നല്ലോ. അതാണ് 2-3 ഒരുമിച്ച കയ്യിലെടുത്ത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഈ ഒരു വീക്കിൽ ഒരു ചേഞ്ചും ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഈവനിങ് റുട്ടീൻ. ചില സമയത്ത് പഠിക്കാനായിട്ട് ആ ഒരു ഗാർഡനിൽ ഇന്നിപ്പോൾ ഒരു വിളവെടുപ്പ് അതിനൊരു സമയം ചിലവായത് കൊണ്ടാണ് അവർ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്. അല്ലെങ്കിൽ വൈകുന്നേരം എക്സാം ടൈമിൽ നോ പ്ലേയിങ്, നോ TV ആണ്. രണ്ടും അനുവദിക്കില്ല.
അനുവദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങളല്ലേ, കുറച്ച് നേരമൊക്കെ അനുവദിക്കാമെന്ന് വിചാരിച്ചാൽ എന്താ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അത് മിസ്യൂസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്താൽ പഠിക്കില്ല. അത് കാരണം ഒരു 4:20 അവർ വന്നു കഴിഞ്ഞാൽ 5 o'clock പഠിക്കായിരിക്കും. അങ്ങനെയാണ് എക്സാം ടൈമിൽ ഇവിടെ ഒരു റുട്ടീൻ പോകുന്നത്. അപ്പോൾ ഒരു 7 o'clock 8 o'clock ആകുമ്പോഴേക്കും ഇവർക്ക് പഠിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എക്സാം ടൈമിൽ റുട്ടീൻ പോകുന്നത്. പിന്നെ എന്താണ്, ഇന്ന് ഈ നമ്മുടെ കൃഷി, കുഞ്ഞു കുഞ്ഞു കൃഷി, ചെറിയ ചെറിയ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവരതിനകത്തൊന്ന് എൻഗേജ്ഡ് ആക്കിയെന്നുള്ളൂ. അതും നല്ലൊരു കാര്യമാണല്ലോ അല്ലേ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, അവർക്ക് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താണ്. ഇനിയുള്ള ദിവസങ്ങളിലൊന്നും അതുണ്ടാവില്ല. ഫുൾ പഠിത്തം 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 കാര്യത്തിൽ അവസാന നിമിഷത്തെ പഠിത്തം മാത്രമേ ഉള്ളൂ. അത് കാരണം പഠിത്തമായിരിക്കും ഇനി. പിന്നെ കളി ഉണ്ട് കേട്ടോ. ഒരു ½ an hour ഞാൻ കളിക്കാൻ കൊടുക്കും. അതിന് സ്കൂളിൽ നിന്ന് വിട്ട് ഉടനെ തന്നെയൊന്നും പഠിക്കാൻ ഇരിക്കുകയൊന്നുമില്ല. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് എന്താണ് ബാക്കി കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടൊക്കെയാണ് പഠിക്കാൻ എത്തത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങളെ. ഇനിയും ഇതുപോലെയുള്ള ഞങ്ങളുടെ റുട്ടീനും ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാം നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോഴും നന്നു മുന്നേ എവിടെയാണെന്നാണല്ലേ ചോദിക്കുന്നത്. നന്നു ദേ ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ, ഉറങ്ങി. മുന്നേ അവിടെ അപ്പുറത്ത് അച്ചാച്ചൻ്റെ അടുത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.